സാധാരണ വിലാസിനി ആന്റിയോടെങ്കിലും പറയും. ഇന്ന് ഞാൻ അതും പറഞ്ഞില്ല. പിന്നെ ഫോണിൽ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടോ? ഇല്ല. ഞാൻ തന്നെ വിളിക്കുമ്പോ വളരെ സൂക്ഷിച്ച് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയേ ഫോൺ ചെയ്യാറുള്ളൂ. ഇപ്പോഴും ഞാൻ എന്റെ റൂം അടച്ചിട്ടിട്ടാ സംസാരിക്കുന്നത്. അപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ആര് കേൾക്കാനാ? ഹലോ 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 ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ ഞാൻ പറയുന്ന വല്ലതും കേൾക്കാമോ? ഹലോ 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 ഗംഗേ, കുറച്ചു മുമ്പ് നീ എവിടെ നിന്നാ സംസാരിച്ചേ? എന്റെ റൂമിൽ നിന്നാ സംസാരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്ത് പറ്റി? എന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? കാര്യമുണ്ട്. കുറച്ചു മുമ്പ് നീ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഫോണിൽ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഒക്കെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോ ഉണ്ടാവുന്ന എന്തോ ഒന്നു പോലെ. ഇപ്പോ ആ ഡിസ്റ്റർബൻസ് ഇല്ല. നീ നേരത്തെ നിന്ന് സംസാരിച്ച സ്ഥലത്തേക്ക് ഒന്ന് മാറി നിൽക്ക്. നേരത്തെ നിന്ന സ്ഥലവും? ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്ക്. നേരത്തെ നിന്ന് സ്ഥലത്തേക്കൊന്ന് മാറി പെട്ടെന്ന്. ഹലോ ആ നിക്ക് നിക്ക്, അവിടെ തന്നെ. ഗംഗേ, ആ റൂമിൽ നീ നിൽക്കുന്നിടത്ത് നിന്റെ സംസാരം റെക്കോർഡ് ചെയ്യാൻ എന്തോ ഒരു ഉപകരണം വെച്ചിട്ടുണ്ട്. അതിന്റെ ഡിസ്റ്റർബൻസ് ആയത്. റെക്കോർഡ് ചെയ്യുന്ന സാധനവും എന്റെ റൂമിലോ? അതെ, ഒരു സംശയവും വേണ്ട. നീ നിൽക്കുന്നിടത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് അത് കണ്ടുപിടിക്കാം. ആ വേഗം. ഓക്കെ ഓക്കെ, ലൈനിൽ തന്നെ ഇരുന്നോ, ഞാൻ നോക്കട്ടെ. എന്താ ഇത്? നീ പറഞ്ഞത് സത്യം. എന്തോ ഒരു ചെറിയ മൈക്ക് സെറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ ഇളക്കിയെടുത്തു. യെസ്, ആദ്യം അത് ഓഫ് ചെയ്. അതിലെന്തെങ്കിലും ബട്ടൺ ഉണ്ടാവും. ആ, ഓഫാക്കി. ഗംഗേ, നിന്റെ മുറിയിൽ ആ മൈക്ക് വെച്ചത് ആരായാലും അവരെ വെറുതെ വിടരുത്. ഈ വിഷയം നീ അഖിലാണ്ടേശ്വരി അറിയിക്കണം. ഇതിന്റെ പിന്നിൽ ആരായാലും കണ്ടെത്തണം. അത് നമ്മുടെ ആവശ്യം. ഓക്കെ പ്രിയങ്കേ, ഇത് ഞാൻ നോക്കിക്കോളാം. ഗംഗേ, സൂക്ഷിക്കണം. ശത്രുക്കളുടെ ആയുധത്തിന് മൂർച്ച കൂടുക. പ്രിയങ്ക പേടിക്കണ്ട, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഇപ്പൊ തന്നെ അഖിലാന്റി അറിയിക്കണം. സൂക്ഷിച്ച്. ഇന്ന് വേണ്ട, ഈ രാവൊന്ന് ഉറങ്ങി ഉണരട്ടെ. നാളെ വേണം അത് അവതരിപ്പിക്കാൻ.
അതും അവസരം നോക്കി. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആണോ? ഏയ് അല്ലല്ല. ഓ ഏയ്, അന്ന് 2 മുഹൂർത്തമുണ്ട്. അതെ, സമൂഹ വിവാഹം ഓഡിറ്റോറിയത്തിൽ വെച്ചും ആനന്ദിന്റെ കല്യാണം തൃച്ചംബരത്ത് തറവാട്ട് വീട്ടിൽ വെച്ചു. ആ ശരി ശരി. ആ, ഡോക്ടറെയും കൂടി കൂട്ടണം. ഓക്കെ. കല്യാണം വീട്ടിൽ വെച്ച് തന്നെ ആവണമെന്ന് ഗുരുജി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാ ഇവിടെ വെച്ച് തന്നെ നടത്താമെന്ന് തീരുമാനിച്ചത്. അതിന് ചില പരിമിതികൾ ഉണ്ടാവുമെന്ന് അറിയാം. എന്നാലും ഒന്നിനും ഒരു കുറവും വരാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നന്ദന എവിടെ? കാര്യങ്ങളൊക്കെ ഞാൻ അവളെയാണല്ലോ ചുമതലപ്പെടുത്തിയിരുന്നത്. അതമ്മ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ബ്യൂട്ടീഷ്യനെ കാണാനായിട്ട് സിറ്റിയിലോട്ട് പോയിരിക്കുന്നുണ്ട്. റിസപ്ഷൻ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടൽ വെച്ചായാലോ? എന്തായാലും കൃഷ്ണേട്ടന്റെ ഇഷ്ടം പോലെ. അയ്യോ, കൃഷ്ണേട്ടന്റെ ഇഷ്ടം പോലെ നടത്തുന്ന ഒരാള്. മാഡം, ജ്യൂസ്. ഇങ്ങിതാ, ആന്റിക്ക് വേണ്ടെങ്കിൽ വേണ്ട. വേണോ? അരവിന്ദ്, മഹേശ്വരിയും നാരായണനും ഒക്കെ എത്തില്ലേ? നേരത്തെ എത്താൻ പറയണം. ആ, എത്തും. ചില തൊഴിലാളി പ്രശ്നങ്ങൾ കാരണം ബിസിനസ് മീറ്റ് ഒക്കെ മാറ്റി വെച്ചിരിക്കുന്ന നന്ദന പറഞ്ഞു. സഹദേവന്റെ കാര്യവും അതെ. ഇനി ഒരർത്ഥത്തിൽ നോക്കിയാൽ ഫോറിൻ ബിസിനസ് ഒക്കെ അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. അല്ല, ആനന്ദ് എവിടെ? ആ, ബ്രോ എത്തി. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് അമ്മ. ആ ആനന്ദ്, നിന്റെ കല്യാണ കാര്യങ്ങളാ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ, ഗംഗ എത്തിയല്ലോ, നന്നായി. കല്യാണി, ഗംഗയ്ക്ക് ജ്യൂസ് കൊടുക്ക്. ശരി മാഡം. എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് സേഫ്റ്റിയാ, സുരക്ഷിതത്വം. സുരക്ഷിതത്വം വേണമെന്നോ? നീ എന്തൊക്കെയാ ഗംഗയെ പറയുന്നത്? ഇവക്കിതെന്തു പറ്റി? സേഫ്റ്റി വേണമെന്നോ? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. നിനക്കിവിടെ എന്ത് സുരക്ഷിത കുറവുള്ളത്? സുരക്ഷിതത്വം. ഗംഗേ, നിനക്കിതെന്താ പറ്റിയത്?
ശിവരാമേട്ടൻ ചോദിച്ചതിന് മറുപടി പറയാതെ നീ ഇത് എന്ത് കുന്ത്രാണ്ടോ നോക്കിയിരിക്കുക? ഇത് വെറും കുന്ത്രാണ്ടോ അല്ല ആന്റി, മൈക്കാ, കോർഡ്ലെസ് മൈക്ക്. മൈക്കോ? അതെ, മൈക്ക്. ഞാൻ എന്തൊക്കെ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നതെന്ന് അറിയാൻ എന്റെ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൈക്ക്. അയ്യോ, ആന്റി, ആന്റി ഉള്ള ഈ വീട്ടില് ഞാൻ സുരക്ഷിതയാണെന്ന് ഇത്രയും നാള് ഞാൻ കരുതിയത് എനിക്ക് തെറ്റി. എന്റെ റൂമില് ഞാൻ അറിയാതെ ഈ മൈക്ക് വെച്ചത് ആരാണെന്ന് എനിക്കറിയണം ആന്റി. ഇനി അങ്കിൾ പറയും, എനിക്ക് ഈ വീട്ടിൽ എന്ത് സുരക്ഷയുള്ളത്? ആന്റി, ഇനി എന്റെ ബെഡ്റൂമിലോ ബാത്റൂമിലോ എങ്ങാനും ഒളിക്യാമറ വെച്ചിട്ടുണ്ടോന്നാ എന്റെ സംശയം. സ്റ്റോപ്പ് ഇറ്റ്. ഇത് തൃച്ചംബരമാണ്. നിന്റെ മുറിയിൽ മൈക്ക് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയണ ശരിയാണെങ്കിൽ അതാര് ചെയ്താലും പൊറുക്കില്ല ഞാൻ. അരവിന്ദ്, അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതിന് നീ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പോയി CCTV ഫൂട്ടേജ് എടുത്തിട്ട് വാ. എങ്ങ അറിയാതെ അവളുടെ മുറിയിൽ കയറി അതാരാ സെറ്റ് ചെയ്തെന്നറിയാലോ. ചെല്ല്. ഇവിടെയും CCTV ഒക്കെ ഉണ്ടോ? അയ്യോ, എന്നാലും ആരായിരിക്കും അത് ചെയ്തത്? ആന്റി, ഏതായാലും ആ CCTV ഫൂട്ടേജ് എടുക്കുമ്പോ ആരാ മൈക്ക് ഫിറ്റ് ചെയ്തെന്ന് അറിയാലോ. ആദ്യം അതുകൊണ്ട് വരട്ടെ. ഈശ്വരാ, ആ CCTVയിൽ എന്നെ ഇങ്ങനെ കണ്ടാവും. അതോട് തീർന്നുമില്ല. എന്ത് പരീക്ഷണോ ദേവി. ഭഗവാനേ, വന്ന് ഇതൊരു CBI ഓഫീസ് പോലെ ആയല്ലോ. എവിടെ നോക്കിയാലും ക്യാമറയും കുന്ത്രാണ്ടവും. ദാമ, ഇതമ്മേ CCTV ഫുട്ടേജ്.
അയ്യോ ആന്റി, ആ മൈക്കോട്ടെ എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നെ സംശയിക്കല്ല ആന്റി. ഈ വിലാസിന് ആന്റി ആണ് സത്യം. ഞാനല്ല ആ മൈക്ക് വെച്ചത്. പിന്നെ നീ എന്തിനാ ഗംഗയുടെ മുറിയിൽ ഒളിച്ചു കയറിയത്? പറയൂ. എന്തിനാ കയറിയെന്ന് പറയാൻ. ജയന്തി, നീ ഗംഗയില്ലാത്ത സമയം നോക്കി ആ റൂമിലേക്ക് കയറി പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് കള്ളമാണെന്നാണ്? ഒന്നോ രണ്ടോ പ്രാവശ്യമാണോ? എത്രയോ പ്രാവശ്യം? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ഇത് നീയായിട്ട് ചെയ്തതാകാൻ വഴിയില്ല. ആര് പറഞ്ഞിട്ടാ നീ ആ മൈക്ക് ഗംഗയുടെ മുറിയിൽ കൊണ്ടുവച്ചത്? സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ആന്റി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാനല്ല ആ മൈക്ക് വെച്ചത്. പിന്നെ പിന്നെ നീ എന്തിനാ ഗംഗയുടെ മുറിയിൽ കയറിയത്? സത്യം പറഞ്ഞില്ല നിന്നെ ഞാൻ. അയ്യോ, അടിക്കില്ല ആന്റി, ഞാൻ സത്യം പറയാം. ഗംഗയുടെ റൂമില് ബദാം നട്ട്സ് ഒരു ടീനിലിട്ട് വെച്ചിരുന്നു. ആളില്ലാത്ത സമയത്ത് അതിൽ നിന്നെടുത്ത് കഴിക്കാനാ ഞാൻ റൂമിൽ പോയത്. അല്ലാതെ മൈക്ക് വെക്കാനൊന്നും അല്ല. എന്നെ ഒന്ന് വിശ്വസിക്കാൻ ആന്റി. ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിലുള്ള ആരോ ആണ് ഗംഗയുടെ മുറിയിൽ മൈക്ക് ഫിറ്റ് ചെയ്തത്. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അതാരാണെങ്കിലും ഞാൻ കണ്ടെത്തിയിരിക്കും. ഇനി എല്ലാവരും അറിയാൻ ഒന്നുകൂടി പറയാ. ഗംഗ, ആന്റി, ഈ വീട്ടിലെ മൂത്ത മരുമകളാ ഗംഗ. അവളെ ആരും സംശയിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി മേലാൽ ഇത്തരത്തിലുള്ള നെറികെട്ട പരിപാടികൾ കാണിച്ചേക്കരുത്. അതിന് ആരാണെങ്കിലും ശരി പറഞ്ഞേക്കാം. കൃഷ്ണേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ജ്വല്ലറി വരെ ഒന്ന് പോണം. കൃഷ്ണേട്ട എന്റെ കൂടെ വരുന്നുണ്ടോ? ജൂവൽസ് എടുക്കാനാണെങ്കിൽ വിളിച്ചു പറഞ്ഞ പോരെ. ഏയ്, പർച്ചേസിനല്ല. ആന്റി, ഞാൻ ബദാം. നിന്റെ ഒരു ബദാം വെച്ചിട്ടുണ്ടടി നിനക്ക് ഞാൻ. ഗംഗ പിടിച്ച കല്യാണി. ആന്റി,